എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് അല്ലേ? ഒരു സൈഡിൽ നടി കൊടുത്ത പരാതിയിൽ ഒരാൾ അകത്തായി, അടുത്തൊരാൾക്കെതിരെ പരാതി കൊടുക്കാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഒരു വാർണിംഗ്. ഇനിയിപ്പോൾ അത് പരാതിയായി, മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ആ വ്യക്തി എഗെയിൻ കോടതിയെ സമീപിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കുറേ പോസ്റ്റും വീഡിയോസും കംപ്ലീറ്റ് ചാനലുകളിൽ ഇത് ചർച്ച നടക്കുമ്പോൾ ഒരു സൈഡിൽ 63 പേര് കുറച്ച് വർഷങ്ങളായിട്ട് ഒരു പെൺകുട്ടിയെ വളരെ മൃഗീയമായി പീഡിപ്പിക്കുന്നു. ഇന്ന് മലപ്പുറത്ത് നിന്ന് വെരി അൺഫോർച്യുനേറ്റ്ലി എൻ്റെ നാട്ടിൽ നിന്നും 10-15 പേര് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു പീഡന കേസ് വരുന്നു. വാട്ട് ഈസ് ഹാപ്പനിങ് ആക്ച്വലി? ഇതെല്ലാം നിങ്ങളൊന്ന് ഞാൻ പറയാമല്ലോ, ഇവിടെ ഞാൻ പലപ്പോഴായിട്ട് വീഡിയോയിൽ പറയാറുണ്ട്, സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പ് വരുത്തുന്നുണ്ട്, സൊസൈറ്റി മാറുന്നുണ്ട്, മാറി ചിന്തിക്കുന്നുണ്ട്. പക്ഷെ രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ സംസാരിക്കുന്ന സമയത്ത് എഗെയിൻ എവ്രിതിങ് ഗോസ് ബാക്ക്, ഇയേഴ്സ് ബാക്ക്, ഏജസ് ബാക്ക്, അങ്ങനെ പിന്നിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ രാഹുൽ ഈശ്വറിനെ ഒന്ന് ഡീകോഡ് ചെയ്യാണ്. ഓക്കെ, രാഹുൽ ഈശ്വർ പറയുന്ന പോലെ തന്നെ ഞാൻ പറയാം, വിത്ത് ഓൾ റെസ്പെക്റ്റ് ടു എവ്രി വൺ, എസ്പെഷ്യലി ടു രാഹുൽ ഈശ്വർ. ഞാനൊന്ന് ഡീകോഡ് ചെയ്യാം. എന്താണ് രാഹുൽ ഈശ്വർ? വാട്ട് ഈസ് ഹിസ് സ്റ്റാൻസ്? ഓക്കെ, ഈ ഒരു വിഷയത്തിൽ എന്താണ് രാഹുൽ ഈശ്വർ ഇങ്ങനെ എന്നുള്ളത് എന്നെപ്പോലെ പലർക്കും തോന്നിക്കാണും. ഇല്ല, ഇനി രാഹുൽ ഈശ്വർ ചിന്തിക്കുന്നത് പോലെ ഹണി റോസിൻ്റെ ഡ്രസ്സിങ് വളരെ മോശമാണ്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്നവർക്ക് അങ്ങനെയും ചിന്തിക്കാം. ഐ റെസ്പെക്റ്റ്, അതും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. നമ്മളെയും തിരിച്ച് റെസ്പെക്റ്റ് ചെയ്യുക. നമ്മൾ ഇൻ ദ സെൻസ് എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ട്. ഓക്കെ, ഞാൻ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല, എന്നെയും നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം. ബിക്കോസ് എൻ്റെ ചിന്ത ഇങ്ങനെയാണ്, എന്താണ് ഈ രാഹുൽ ഈശ്വർ ഇങ്ങനെ സംസാരിക്കുന്നത്? എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ടൈമിലായിട്ട് വന്നിട്ട് രാഹുൽ ഈശ്വർ സ്വന്തം വീഡിയോയിലും ഇൻ്റർവ്യൂവിലും ചാനൽ ചർച്ചയിലും പറയുന്നു, ഇന്ത്യയുടെ സംസ്കാരം, ഭാരതത്തിൻ്റെ സംസ്കാരം, ഒരു സ്ത്രീ ഡ്രസ്സ് ചെയ്യേണ്ട രീതി, ഇതൊക്കെയാണ് രാഹുൽ ഈശ്വറിൻ്റെ ഒരു മെയിൻ ഫോക്കസ് പോയിൻ്റ്. ഓക്കെ, നമുക്ക് രാഹുൽ ഈശ്വറിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ട് എന്താണ് ഇയാൾ ഇങ്ങനെ ബട്ട് വൈ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഇട്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ ഇത് വളരെ ജെനുവിനായ ഒരു സാംസ്കാരിക ഡിബേറ്റാണ്. സാംസ്കാരിക ഡിബേറ്റ് എന്ന് പറയുമ്പോൾ ഒരു വശത്ത് ശരിയെന്നും മറുവശത്ത് തെറ്റെന്നും വിശ്വസിക്കുന്ന ഒരു കൾച്ചറൽ ഡിബേറ്റ്. ഇതിനെ വേണമെങ്കിൽ പുരോഗമനവാദം വേഴ്സസ് പാരമ്പര്യവാദം എന്ന് പറയാം, അല്ലെങ്കിൽ ലിബറൽ വേഴ്സസ് കൺസർവേറ്റീവ്. പക്ഷേ ഇങ്ങനെ ഒരു ഡിബേറ്റ് എന്നും ഉണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അത് ഹണി റോസിൻ്റെ വസ്ത്രധാരണമാകാം, ബോച്ചെ പറഞ്ഞതാകാം, മുമ്പ് അമല പോൾ എറണാകുളത്ത് ഒരു കോളേജിൽ വളരെ ക്ലീവേജ് ഒക്കെ കാണിക്കുന്ന ഒരു വസ്ത്രം വിട്ടു പോയതിൻ്റെ ആകാം. അല്ലെങ്കിൽ ഈ ഡിബേറ്റ് എന്നും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. ആ ഡിബേറ്റ് സഭ്യമായ രീതിയിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ഹണി റോസിൻ്റെ ശരീരഭാഗത്തെ പരാമർശിച്ചുകൊണ്ടല്ല, പക്ഷേ ഹണി റോസിൻ്റെ സമീപനത്തെ എതിർക്കുന്ന രീതിയിൽ. പുരോഗമനവും പാരമ്പര്യവും, ഇതാണ് രാഹുൽ ഈശ്വർ ഇവിടെ കോട്ട് ചെയ്ത 2 വാക്ക്. ആൻഡ് പറയുന്നത് ഹണി റോസിനെയും അമല പോളിനെയും. അമല പോൾ ക്ലീവേജ് കാണിച്ചൊരു ഡ്രസ്സ് ഇട്ട് വരാൻ പ്രോപ്പറായിട്ടൊരു റീസൺ ഉണ്ട് രാഹുൽ ഈശ്വർ. അവർ ഡെലിവറി കഴിഞ്ഞ് സിനിമ പ്രമോഷൻ ടൈമിൽ കുട്ടിയൊക്കെ ആയി, അവരങ്ങനെയാണ്, ഒരു ഫീഡ് ചെയ്യുന്നൊരു മദറാണ്. ഇവിടെ ഈ മാറിയ കാലഘട്ടത്തിൽ അമ്മമാർക്ക്, പ്രത്യേകിച്ച് കുട്ടികളെ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക്, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടാനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഫൈൻ, നിങ്ങളിത് വന്നിട്ട് നിങ്ങൾ ആ പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന രീതി തന്നെ നോക്ക്. ക്ലീവേജ് കാണിച്ച അമല പോൾ, ഹണി റോസിൻ്റെ ഡ്രസ്സ്, പുരോഗമനവും പിന്നെ ഭാരതത്തിൻ്റെ സംസ്കാരം. എന്താണ് ഭാരതത്തിൻ്റെ സംസ്കാരം? ഇപ്പോഴും നോർത്തിലൊക്കെ പല സ്വാമിമാരും, നിങ്ങൾ ഈ സനാതന ധർമ്മമൊക്കെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന ഒരാളല്ലേ, തുണി എടുക്കാതെയാണ് നടക്കുന്നത് അല്ലേ? തുണി എടുക്കാത്ത എത്രയോ സ്വാമിമാരും ബാബമാരും ഉണ്ട്. അവരൊക്കെ പോയി നിങ്ങൾ തുണി എടുപ്പിക്കുമോ? നിങ്ങൾ ചെയ്യുമോ? ഇവിടെ അങ്ങനെ തുണി എടുക്കാതെ ആരും നടക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഭാരതത്തിൻ്റെ സംസ്കാരത്തിലും നിങ്ങൾ പറയുന്ന പൈതൃകത്തിലും ഇനിയും ഒന്നും കൂടിയും ഡിഗ് ഡീപ്പ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു പല അമ്പലങ്ങളിലും കുറേ കൊത്തുപണികൾ കാണാം നിങ്ങൾക്ക്. ഈ കൊത്തുപണികളൊക്കെ രാഹുൽ ഈശ്വറിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നേരെ ഒരു വെള്ളത്തുണി മേടിക്കുക, നിറച്ച് ചുറ്റി എല്ലാ പ്രതിമയിലും കൊണ്ടുപോയി ചുറ്റിക്കേണ്ട ഒരു അവസ്ഥയായിട്ടുണ്ടാവും നിങ്ങളൊരു മൈൻഡ് സെറ്റ് വെച്ചിട്ട്. അപ്പം നിങ്ങൾ ഈ പറയുന്ന പൈതൃകം, സംസ്കാരം എന്താണ്? ഒന്നുമല്ല നിങ്ങളുടെ വിഷയം. ഇവിടെ തന്നെ നിങ്ങൾ പൊളിഞ്ഞു തുടങ്ങുകയാണ്. ഓക്കെ, അടുത്ത് നോക്കാം. ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തിലെ സമീപനം എല്ലാ മലയാളികൾക്കും കുറച്ച് ഓവറല്ലേന്ന് തോന്നിയിട്ടുണ്ട്. കേരളത്തിൽ ഹണി റോസിൻ്റെ വസ്ത്രധാരണം ഓവറല്ലേന്ന് തോന്നാത്ത ഒരു മലയാളി പോലും കാണില്ല. അപ്പോൾ ആ അവസരത്തിൽ ബോച്ചയ്ക്ക് വാക്കുകളിൽ മാന്യത വേണം, ഹണി റോസിന് വസ്ത്രത്തിൽ മിതത്വം വേണം.
ബോച്ചയ്ക്ക് പറയുന്നതിൽ മര്യാദ വേണം, ഹണി റോസ് ധരിക്കുന്നതിൽ മര്യാദ വേണം. ഇങ്ങനെ പറയുന്നത് തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ബോച്ച ഇങ്ങനെ ചെയ്യണം, ഹണി റോസ് ഇങ്ങനെ ചെയ്യണം. ഏത്? അതായത് സംഗതി വളരെ സിമ്പിളാണ്. ഇയാൾക്ക് എന്ത് ചെയ്യണം? ചെന്നായും കുറുക്കനും കൂടി അടി കൂടണം. ഇടയിൽ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊത്തിക്കൊണ്ട് പോകണം. വെരി നൈസ്, സിമ്പിൾ പരിപാടി. കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് പറയും ഇടയ്ക്ക്. അങ്ങനത്തെ ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക, എന്തൊക്കെ പരിപാടിയാണ് ഇതിന് പറയുക. മനസ്സിലായോ? ബോച്ചേൻ്റെ സൈഡ് പറയുമ്പോൾ അയാൾ ബോച്ചേൻ്റെ സൈഡിലും പറയും, ബോച്ചേനെ എതിർത്തും പറയും. ഹണി റോസിൻ്റെ സൈഡിലും പറയും, ഹണി റോസിനെ എതിർത്തും പറയും. എന്നാൽ അതിൻ്റെ നടുവിൽ ന്യൂട്രലായിട്ട് നിൽക്കുന്നു എന്നുള്ള കപട മുഖം എടുത്ത് അങ്ങനെ വെക്കും. ഈ കപട മുഖം എടുത്ത് വെക്കുക എന്നുള്ള കാരണം എന്താ അറിയാം? ഇയാൾ പറയുമ്പോൾ ഇയാളെ സ്വന്തം അഭിപ്രായമല്ല പറയുന്നത്. കേരളത്തിലുള്ള മൊത്തം ജനങ്ങൾ കൂട്ടുകയാണ്. കേരളത്തിലുള്ള മൊത്തം ജനങ്ങൾ എന്താണ് ഈ കേരളത്തിലുള്ള മൊത്തം ജനങ്ങൾ? കേരളത്തിലൊരു വലിയ മെജോറിറ്റി സപ്പോർട്ട് ചെയ്ത് വലിയൊരു മെജോറിറ്റിക്ക് ഇഷ്ടപ്പെട്ടിട്ട് കേരളത്തിൽ ഇന്ന് പോകുന്ന ഒരാളേ ഉള്ളൂ. അത് പിണറായി വിജയനാണ്, മുഖ്യമന്ത്രി. കാരണം അത്രയും വോട്ടൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയാളുള്ളൊരു വിശ്വാസവും റെസ്പെക്റ്റും ആയിരിക്കുമല്ലോ. അതൊരു സ്റ്റേറ്റിൻ്റെ മന്ത്രിമാരാണ് അത്രയും എന്താ പറയുക ലക്ഷക്കണക്കിന് പിന്തുണ ഉള്ള ആൾ. നിങ്ങൾക്ക് എന്ത് ലക്ഷക്കണക്കിന് പിന്തുണ എന്നാണ് എനിക്കറിയില്ല. ഈ കമൻറ്റ് ബോക്സിൽ കാണുന്ന 4 PR വർക്ക് അതൊക്കെ ഞാൻ ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പൊളിച്ചാണ്. ഈ PR വർക്കിംഗ് ഒക്കെ വീണ്ടും വന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ആളുകളുടെ അഭിപ്രായമാണെന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് അഭിപ്രായമില്ലാത്ത ഒരാളായിട്ട് മാറുകയാണ് പല സമയങ്ങളിലും രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ വ്യക്തി. എനിക്കത് കാണുമ്പോൾ തന്നെ സഹിക്കുന്നില്ല. ബിക്കോസ് യു ആർ എഡ്യൂക്കേറ്റഡ്, ഭയങ്കരമായിട്ട് സംസാരിക്കാനറിയാം, ഭാഷ കൈകാര്യം ചെയ്യാനറിയാം, ബട്ട് സ്വന്തമായ അഭിപ്രായമില്ല. കണ്ണി കണ്ട ഒരു അഭിപ്രായത്തിന് മുകളിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നു. അല്ല, ഹണി റോസ് മാത്രമാണോ അതുപോലത്തെ ഒരിക്കലും അല്ല. എല്ലാവരും ഞാൻ ഹണി റോസ് ആകട്ടെ, അമല പോൾ ആകട്ടെ, ഇപ്പം ദിവ്യ പ്രഭയുടെ ഓൾ ദാറ്റ് വി ഇമാജിൻ ഈസ് ലൈറ്റ്, അത് ബറാക് ഒബാമ പോലും അഭിനയിച്ച സിനിമയാണ്. അതിലെ ചില രംഗങ്ങളുടെ പേരിലും മറ്റൊക്കെ കോൺട്രവേഴ്സി ഉണ്ടായി. അപ്പോൾ അത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ നിന്ന് പ്രതികരണങ്ങളും പ്രതിഫലനങ്ങളും നെഗറ്റീവ് റിയാക്ഷൻസും ഉണ്ടാക്കും എന്നീ അഭിനേത്രിമാരും കലാകാരിമാരും തിരിച്ചറിയണം. ശരി, നെഗറ്റീവ് ഉണ്ടാവും എന്നുള്ളത് തിരിച്ചറിയണം. അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞത് കൊണ്ട് അവർ മാറണം, അവരെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ പാടില്ല. ഇത് തിരിച്ചറിവ് അവർക്കില്ലേ? അവർ ചെയ്യുന്ന വർക്കിലും അവർ ചെയ്യുന്ന പ്രവർത്തിയിലും അത് ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും ആണ് പെണ്ണ് വ്യത്യാസമില്ല. നിങ്ങൾ ഈ പേരെടുത്ത് പറഞ്ഞവരും അല്ലാത്തവരും നിങ്ങളും അടക്കമുള്ളവർ. നിങ്ങൾ മലയാളി ഹൗസ് പോയ സമയത്ത് ചെയ്ത കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു നെഗറ്റീവ് വന്നു, നിങ്ങൾക്കപ്പോൾ തിരിച്ചറിവ് വന്നു എന്ന് നിങ്ങൾ സ്വയം പറയുന്നു. ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നിട്ടില്ല. മനസ്സിലായോ? നിങ്ങളുടെ ഉള്ളിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? ഇപ്പോഴും പല കാര്യങ്ങളും ആസ്വദിക്കുന്ന, പല കാര്യങ്ങളിലേക്കും കണ്ണോടിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ആംഗിൾ മാത്രം കാണാൻ സാധിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്ക്, പ്രസവിച്ച് കുട്ടിയായി, ചെറിയ കുട്ടിയാണ്, പാല് കൊടുക്കണം കുട്ടിക്ക്. അമല പോൾ എന്ന് പറഞ്ഞ നടി ഒരു നടിയുമാണ്, ഒരു അമ്മയാണ്. പല സ്ഥലങ്ങളിലും അവർ പ്രൊമോഷൻ വർക്കിന് പോകുന്ന സമയത്ത് വണ്ടിയിൽ കുട്ടിയുണ്ട്, ഹസ്ബൻഡും ഉണ്ട്. കോളേജിൽ പോകുന്ന സമയത്ത് അവർക്ക് ആ ഡ്രസ്സ് ഇട്ട് പോകാൻ തന്നെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് വണ്ടിയിൽ വന്ന കുട്ടിക്ക് ഫീഡ് ചെയ്യണം. രാഹുൽ ഈശ്വർ ഇതൊക്കെ എന്താ പറയുക, ഒരു കപട സദാചാരത്തിൻ്റെ മുഖമാണ് ഈ എടുത്തു വയ്ക്കുന്നത് എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. ഞാൻ ഒരു 10 ആളെ കൂടെ കൂടുന്നോ അല്ലെങ്കിൽ ഒരു ലക്ഷക്കണക്കിന് ആളെ കൂടെ കൂടത്തൊന്നുമില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ചാൽ എന്ത് പറ്റും? ഞാനത് തുറന്നു പറയുന്നതിന് മറുപടി തോന്നരുത്. ആൺകുട്ടികളുടെ സെക്ഷുവാലിറ്റി കണ്ണിലാണ്, വിഷ്വലാണ്. നമ്മൾ ആണുങ്ങളാണെന്ന് നമുക്കറിയാം. ഇനി അങ്ങനെ അല്ലെന്ന് ഏതെങ്കിലും ആണ് പറഞ്ഞാൽ കള്ളം പറയുക. പെൺകുട്ടികളുടെ സെക്ഷുവാലിറ്റി കൂടുതലും മൈൻഡിലാണ്. അതായത് ആണുങ്ങളുടെ ലൈംഗികത വിഷ്വലും പെൺകുട്ടികളുടെ ലൈംഗികത മെൻ്റലുമാണ്. ആണുങ്ങൾക്ക് അതുകൊണ്ട് ആ സെക്ഷുവാലിറ്റിയെ ഉദ്ദീപിപ്പിക്കുന്ന രീതിയിലോ വൾഗർ ആകാത്ത രീതിയിലോ വസ്ത്രം ധരിക്കണമെന്ന് പറയുന്നതാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലാ പരിശുദ്ധ ഗ്രന്ഥങ്ങളും നോക്കിയാലും, ഖുറാൻ നോക്കിയാലും, ബൈബിൾ നോക്കിയാലും, ഗീതമൊക്കെ നോക്കിയാലും സ്ഥിരം പറയുന്ന ഒരു ആംഗിൾ ആണിൻ്റെ കണ്ണിന് മിതത്വം വേണം, പെണ്ണിൻ്റെ വസ്ത്രധാരണത്തിന് മിതത്വം വേണം. ഇത് തന്നെ വിശുദ്ധ ഗ്രന്ഥങ്ങളിലടക്കം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് വസ്ത്രധാരണത്തിൽ മിതത്വം വേണം. ഞാനൊരു കാര്യം കൂടെ ചോദിക്കാം. നമ്മുടെ സണ്ണി ലിയോൺ ഇവരോട് ആരോടും കമ്പയർ ചെയ്യില്ല. ഇവരെല്ലാം മുഖ്യധാര നല്ല കലാകാരികളാണ്. സണ്ണി ലിയോൺ പണ്ടൊരു അഡൽട്ട് ആർട്ടിസ്റ്റായി പിന്നീടൊരു മുഖ്യധാരയിലേക്കൊക്കെ വന്ന വ്യക്തിയാണ്. സണ്ണി ലിയോൺ കൊച്ചിയിൽ വന്നപ്പോൾ ആൾക്കാർ ഓടിക്കൂടിയത് സണ്ണി ലിയോൺ സുകുമാര റിക്കോർഡിൻ്റെ പ്രഭാഷണം നടത്തുമെന്ന് വിചാരിച്ചല്ലോ. നമ്മുടെ ആൾക്കാർ വരുന്നത് അവിടെ ഒരു ലൈംഗികോദ്ദീപനം നടക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ? അല്ല സണ്ണി ലിയോയുടെ പ്രസംഗം കേൾക്കാൻ വരുന്നതല്ലോ. അപ്പോൾ വൾഗറായിട്ട് സെക്ഷുവലൈസ് ചെയ്യപ്പെടാൻ, കമോഡിഫൈ ചെയ്യപ്പെടാൻ, ഒബ്ജക്റ്റിഫൈ ചെയ്യപ്പെടാൻ, വസ്തുവൽക്കരിക്കപ്പെടാൻ, ഭോഗവസ്തുവായി മാറാൻ, ലൈംഗിക തൃഷ്ണയ്ക്ക് പാത്രീഭവിക്കാൻ വേണ്ടി മാത്രം ഈ പെൺകുട്ടികൾ നിന്നു കൊടുക്കരുത് എന്നുള്ളതാണ് അഭ്യന്തരം. ഈ പാത്രവും കുന്തവും കുടച്ചക്രവും ആണുങ്ങളെ കണ്ണിൻ്റെ ഉള്ളിലിരിക്കുന്ന എന്തൊരു സാമാനവും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എഗെയിൻ ഐ എം കമ്മിങ് ടു ദ സെയിം ക്വസ്റ്റ്യൻ. ഈ അമ്പലത്തിലൊക്കെ കൊത്തി വെച്ചിട്ടുള്ള കല്ലിൻ്റെ മുകളിലുള്ള ന്യൂഡായിട്ടുള്ള പല ചിത്രങ്ങളും സ്കൾപ്ചേഴ്സ് സാധനങ്ങളൊക്കെ
ആണെങ്കിൽ എന്താ ആണിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? പിന്നെ എങ്ങനെ രാഹുൽ ഈശ്വറിന് പറയാൻ പറ്റുമോ എല്ലാ ആണുങ്ങളും ഒരുപോലെയാണെന്നുള്ളത്? എനിക്കിപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഒരു മെൻ ഓർ ലേഡി അവരവരുടെ ഇഷ്ടത്തിന് ഡ്രസ്സ് ഇട്ടിട്ട് പോകും, അതെങ്ങനെയോ ആയിക്കോട്ടെ, ഇനി നോക്കേണ്ട കാര്യമില്ല, ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ ഒരാണിൻ്റെ ഒരു ഇതെന്താ പറയുക, ഈ ചിന്താഗതി ഉള്ളവരുടെ ഏറ്റവും വലിയ ഡേഞ്ചർ എവിടെയാണ് കിടക്കുന്നതെന്നറിയോ? നാളെ ഇവിടെ ഒരു പീഡന കേസ് വന്നു, ഒരു റേപ്പ് കേസ് വന്നു കഴിഞ്ഞാൽ ഇവർ ഫസ്റ്റ് പറയാൻ പോണ ഡയലോഗ് എന്താണെന്ന് അറിയോ? ആ വിക്ടിമിനെ നോക്കിയിട്ട്, ആ ഡ്രസ്സിങ് കണ്ടില്ലേ, അതുകൊണ്ടാണ് സംഭവിച്ചതെന്ന്. ഇങ്ങനത്തെ ആ ചിന്താഗതിയുള്ള ആളുകൾ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ ശരിക്കും ഇവരെ മാറ്റി നിർത്തണം. ഇവരെ നമ്മൾ ലിറ്ററലി മാറ്റി നിർത്തണം, പേടിക്കണം നമ്മൾ ഇവരെ. ഇങ്ങനത്തെ ആളുകളുടെ ഏറ്റവും വലിയ വിഷയം അവിടെ കിടക്കുന്നത്. ഫറ ഷിബിൽ എന്ന് പറയുന്ന ഒരു നടിയും ഹണി റോസിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. അവരുടെ വിമർശനം വളരെ പ്രസക്തമാണ്. കേരളീയ സമൂഹത്തിൻ്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും ആൺ നോട്ടങ്ങളെയും ഒരു വിപണന മൂല്യമുള്ള കാര്യമാക്കി ഹണി റോസ് മാറ്റി എന്നുള്ളതാണ് വിമർശനം. അതായത് ലൈംഗിക ദാരിദ്ര്യമുള്ളൊരു സമൂഹത്തിൽ, അല്ലെങ്കിൽ ആൺ നോട്ടങ്ങൾ, മെയിൽ ഗെയ്സ് കൂടുതലുള്ളൊരു സമൂഹത്തിൽ അതൊരു മാർക്കറ്റിംഗ് ടൂളായി ഹണി റോസ് മാറ്റി എന്നുള്ളതാണ് പറയുന്നത്. പലപ്പോഴും വൾഗർ ആംഗിളുകളിൽ നിന്നുള്ള ഷോട്ടുകൾ, വീഡിയോകൾ, അത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കൾച്ചർ നമുക്ക് വരും. നമുക്ക് എത്രയോ വലിയ അഭിനേത്രിമാരുണ്ട്, ശോഭന മാഡം ഉണ്ട്, അല്ലെങ്കിൽ ശ്രീമതി മഞ്ജു വാര്യർ, ശ്രീമതി കാവ്യ മാധവൻ അടക്കം ഒരുപാട് പേർ, പെട്ടെന്ന് ഓർമ്മ വരുന്നവരുടെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. അവരാരും ഇനോഗ്രേഷൻ പോകുമ്പോൾ ഇങ്ങനല്ലല്ലോ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ സാരി നല്ലതാണ്, പക്ഷേ ടിപ്പ് ബർസാ പാനിയിൽ രവീന ടണ്ടൻ ഉടുക്കുന്നത് പോലെ സാരി ഉടുക്കുകയാണെങ്കിൽ നല്ലതാണ്, നോർമൽ രീതിയിലുള്ള വസ്ത്രധാരണയല്ലേ നടത്തിയിട്ടുള്ളൂ എന്ന് കേരളത്തിൽ ഒരാളെങ്കിലും പറയുമോ എനിക്ക് സംശയമുണ്ട് കേട്ടോ. അത് മനുവിന്റെ നിലപാടിറക്കി ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. ആഹാ, എങ്ങനെയുണ്ട്? അപ്പോൾ സാരി ഉടുക്കുന്ന കാര്യത്തിൽ നിന്ന് സാരി ഉടുത്ത സ്ത്രീകളിൽ ഒരു റിസർച്ച് നടത്തിയ ഒരാളാണ് രാഹുൽ ഈശ്വർ എന്ന് മനസ്സിലായി. സാരി മാന്യമായ വസ്ത്രം, ടിപ്പ് ബർസയിലെ സാരി മാന്യത അല്ലാത്ത വസ്ത്രം. എന്താണ് ഈ രാഹുലിൻ്റെ കണ്ണിൽ മാത്രം ഇതിന് മാന്യക്കോ? സാരി ഉടുക്കുന്നു, അത് ബ്രാഹ്മണന്മാർ ഒരുപോലെ ഇരിക്കും, പട്ടന്മാർ വേറെ പോലെ എടുക്കും, അല്ലെങ്കിൽ ഓരോ കാസ്റ്റിൽപ്പെട്ടവർ ഓരോ പോലെയാണ് ഈ സാരി ഉടുക്കാറ്. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു കൾച്ചറിനനുസരിച്ചിട്ട് ഓരോരുത്തർ ഓരോ പോലെ സാരി എടുക്കും. ആ സാരി എല്ലാവരും ഒരുപോലെയാണല്ലോ എടുക്കുന്നത്? അല്ല, സാരി പല രീതിയിൽ എടുക്കുന്നവരുടെ. അതിൽ ഈ പറഞ്ഞ രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ ഈ കണ്ണ് നോട്ടം വെച്ചിട്ട് നിങ്ങൾ അതിന് ചൂഴ്ന്നെടുക്കുമോ? ഈ എന്താ പറയുക, ഭാരതത്തിൻ്റെ സംസ്കാരം, മെയിൽ ഗെയ്സ്, അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ളതാണെന്നൊക്കെ നിങ്ങൾ പറയുമോ അവിടെ നോക്കിയിട്ട്? പല രീതിയിൽ സാരി, ഗുജറാത്തികൾ പല രീതിയിൽ സാരി എടുക്കും, മനസ്സിലായി? പലരും പല രീതിയിലാണ് സാരി എടുക്കുന്നത്, പല പല മെത്തേഡ്സാണ്, പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാരി എടുക്കുന്നവരുണ്ട്. സാരിയാണ് ഇപ്പോൾ ഒരു മാനദണ്ഡം, മാന്യതയുടെ എന്ന് രാഹുൽ ഈശ്വർ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെയൊക്കെ പോയി രാഹുൽ ഈശ്വർ വിമർശനം നടത്തുമോ? പറ്റുമോ രാഹുൽ ഈശ്വറിന്? സ്റ്റുപ്പിഡിറ്റി അറ്റ് ദ പീക്ക് എന്ന് ഇതിന് പറയാനുള്ളൂ. സ്ത്രീ ശരീരത്തിൻ്റെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന ഭാഗങ്ങൾ അമിതമായി പ്രൊജക്റ്റ് ചെയ്യാതെ സഭ്യതയിലൂടെ കവർ ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ മാന്യത എന്ന് പറയുന്നത്. എങ്ങനെയാണ് അതിൽ സ്ത്രീ പുരുഷ സമത്വം ആപ്ലിക്കബിൾ ആകാതിരിക്കുക എന്ന് കൂടെ നോക്കാം. ഞാനോ താങ്കളോ ഷർട്ടില്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ നടന്മാരൊക്കെ ഷർട്ടില്ലാതെയുള്ള പല, നമ്മുടെ ഉണ്ണി മുകുന്ദൻ 6 പാക്ക് എന്ന് പറഞ്ഞ് ഇടാറുണ്ട്. നാളെ അങ്ങനെ ഒരു പെൺകുട്ടി ഷർട്ടില്ലാതൊരു ചിത്രം ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇട്ടാൽ അവർ ടേക്ക് ഡൗൺ ചെയ്യില്ലേ? അതെന്താ, മാർക്ക് സക്കർബർഗ് സ്ത്രീ വിരോധി ആയതുകൊണ്ടാണോ? അങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ട് ഓർമ്മയുണ്ടോന്നില്ല, നമ്മുടെ സനുഷയാണെന്ന് തോന്നുന്നു. സനുഷ കുഞ്ഞായിരുന്നപ്പോൾ സനുഷ അങ്ങനെ മുണ്ട് മാത്രം കൊടുത്ത് ഏതോ ഒരു പഴയ സിനിമയിലെ ഒരു ചിത്രം, കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ പറഞ്ഞത് അവർ ബ്ലർ ചെയ്യുകയും അത് ടേക്ക് ഡൗൺ ചെയ്യുകയും എന്തോ ചെയ്തു. അപ്പോൾ സനുഷ അതിനെതിരെ ഒരു വിമർശനമൊക്കെ ഉന്നയിച്ചു. അതായത് എൻ്റെ ചോദ്യം, അപ്പം ആ ഉണ്ണി മുകുന്ദനോ നമ്മുടെ പൃഥ്വിരാജോ രാഹുൽ ഈശ്വറോ മനുവോ ആരെങ്കിലും ഷർട്ടില്ലാതൊരു ചിത്രം എടുത്ത് ഫേസ്ബുക്കിൽ ഇടുകയാണെങ്കിൽ ഫേസ്ബുക്കിന് പ്രശ്നമല്ല, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന് പ്രശ്നമില്ല. നേരെ മറിച്ച് ഒരു പെൺകുട്ടി അങ്ങനെ ഷർട്ടിടാത്ത ഒരു ചിത്രം എടുത്തിടുകയാണെങ്കിൽ അവർ ടേക്ക് ഡൗൺ ചെയ്യും. എന്തുകൊണ്ടാണ്? കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ടെന്ന് പറയും. അത് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ സ്ത്രീ വിരുദ്ധമായിട്ടാണോ? ആൺ പെൺ ശരീരങ്ങൾ വ്യത്യാസമാണ്, ഘടനാപരമായ വ്യത്യാസമുണ്ട്. അപ്പോൾ സ്ത്രീ ശരീരത്തെ ആൺ ശരീരത്തെയും മിതത്വത്തിലൂടെ ഒരു സഭ്യതയുടെ അതിർവരമ്പുകൾക്കുള്ളിൽ നിർത്തണം. വളരെ പ്രസക്തമായ ഒരു ചോദ്യം മനുവിൻ്റെ മനസ്സിൽ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരും. ആര് സഭ്യതയുടെ അതിർവരമ്പുകൾ നിർവചിക്കുമെന്ന്? സമൂഹം നിർവചിക്കും. സമൂഹം അതിർവരമ്പ് നിർവചിച്ചിട്ട് എന്ത് കാര്യം? ഇവിടെ നിയമമുണ്ട് ഈ രാജ്യത്ത്. ഓക്കെ, നിങ്ങൾ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ ആണുങ്ങൾ 6 പാക്ക് കാണിക്കുമ്പോഴും പെണ്ണുങ്ങൾ ഇനി അങ്ങനെ ടോപ്പ് ഊരി ന്യൂഡായിട്ട് വീഡിയോ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അത് അവർ ടേക്ക് ഡൗൺ ചെയ്യും എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആളുകളിലേക്ക് റോങ് ആയിട്ടല്ലേ മനുഷ്യ കൊടുക്കുന്നത്? ഇപ്പം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ആണുങ്ങളുടെ ടോപ്പ് പോർഷൻ അവർ 6 പാക്ക് കാണിച്ചാൽ ഇട്ടു. ഓക്കെ, അതിൻ്റെ പേരിൽ ഏതെങ്കിലും സ്ത്രീക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് അവൻ ഇത് കേസ് കൊടുക്കാൻ പറ്റാത്ത സീനൊന്നുമില്ല. എനിക്കറിയുന്നിടത്തോളം അവർ കേസ് കൊടുക്കാൻ പറ്റും. അതങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ഇപ്പോൾ ഏതോ ഒരു ആക്ടർ ഹിന്ദിയിൽ രൺവീർ കപൂർ തോന്നുന്നു, അല്ലെങ്കിൽ രൺവീർ സിംഗ്, രണ്ടിലേതോ ഒരാൾ, അവർ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ഒരു ഫോട്ടോ ഇട്ടു.
ആ ഫോട്ടോ ഇട്ടതിനൊരു ഒരുപാട് പേര് കേസും സാധനമൊക്കെ ആയിട്ട് പോയതാണ് എൻ്റെ ഒരു ഓർമ്മ. ഇഫ് ഐ എം നോട്ട് റോങ് അങ്ങനെ സാധനമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഭയങ്കര വിവാദമായിട്ടുണ്ടായിരുന്നു. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ന്യൂഡിറ്റി, നഗ്നതാ പ്രദർശനം, ഹാഫ് ആണെങ്കിലും ഫുൾ ആണെന്നുണ്ടെങ്കിലും ആർക്ക് വേണേൽ അത് പബ്ലിക്കിൽ എക്സ്പോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പോവാം. ഈ കേസും ഹണി റോസിൻ്റെ ഡ്രസ്സിങ്ങും തമ്മിൽ എന്ത് ബന്ധമേ? ഹണി റോസ് ഈ പറഞ്ഞ പോലെ ന്യൂഡായിട്ടാണോ പോയി നിൽക്കുന്നത് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന്? നിങ്ങൾ എങ്ങോട്ടാ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ തലതിരിച്ച് കൊണ്ടുപോകുന്നത്? വാട്ട് യു ആർ അപ് ടു? ചേടാ, അരി മേടിക്കാൻ ഞാൻ കാറിൽ കയറിയിരുന്ന് പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ എന്നെ കുത്തിത്തിരിപ്പാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ഇത് മാസ്റ്റർ സാധനമാണ്, വേറെന്തോ വേർഷനാണിത്. ഇനി ഇവർ പറഞ്ഞ ഒരു ലേഡി ഉണ്ട് ഇതിനകത്ത്, ഫറ ഷിബ്ല, ഈ പറഞ്ഞ രാഹുൽ ഈശ്വർ, ഓക്കെ, ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ വിഷയത്തിൽ സംസാരിച്ച് തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് മൊമെൻറ്റ് മുതൽ ഇങ്ങേര് പറയുന്നൊരു പേരാണ് ഫറാ ഷിബ്ലയുടെ പോസ്റ്റ് നോക്കും. ഇങ്ങേർക്ക് ഉള്ള എല്ലാ പോയിൻറ്റ്സും കിട്ടിയതും ഇപ്പം കൊണ്ട് മുന്നോട്ട് പോകുന്നതും ഒക്കെ ഈ ഫറാ ഷിബ്ലയെ മെൻഷൻ ചെയ്തും ഫറാ ഷിബ്ലേൻ്റെ പോസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുമാണ് ഈ രാഹുൽ ഈശ്വർ. ഓക്കെ, അത് കംപ്ലീറ്റ്ലി ഇങ്ങോട്ട് ഉൾക്കൊണ്ട് അത് ആവാഹിച്ചിട്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഫറാ ഷിബ്ല ഒരു ആക്ട്രസ്സാണ്, അത്യാവശ്യം നല്ല സിനിമകളിലൊക്കെ അവർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഫറാ ഷിബ്ല പറഞ്ഞ കാര്യം ഓൾറെഡി ഞാനിവിടെ എന്ത് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ ഫറാ ഷിബ്ല ഇട്ട അവരുടെ ആ ഒരു പോസ്റ്റ് ഹണി റോസിൻ്റെ വിഷയത്തിൽ ഞാനിവിടെ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. സൈബർ ബുള്ളിങ് ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ അസഭ്യ ഭാഷ ഉപയോഗിക്കുന്നതും ബോഡി ഷെയ്മിങ് ചെയ്യുന്നതും മറ്റൊരാളെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നതും തെറ്റ് തന്നെയാണ്. അതിനെതിരെ മിസ് ഹണി റോസ് നടത്തുന്ന നിയമയുദ്ധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഏകദേശം ഒരു രാഹുൽ ഈശ്വർ ടോൺ നിങ്ങൾക്ക് ഇതിനകത്തും കാണാൻ പറ്റും, ഐക്യദാർഢ്യമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മേഖല ഇതായതുകൊണ്ട് ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്നു, ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യുന്നു. അത്രയും നിഷ്കളങ്കമാണ് കാര്യങ്ങൾ എന്ന് തോന്നുന്നില്ല. മിസ് ഹണി റോസ് വളരെ ബുദ്ധിപരമായി മെയിൽ ഗെയ്സിനെയും ഈ നാടിൻ്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. മെയിൽ ഗെയ്സ്, ലൈംഗിക ദാരിദ്ര്യം, രാഹുൽ ഈശ്വർ അവിടെ ഉപയോഗിച്ചതും ഫറാ ഷിബ്ല ഇവിടെ ഉപയോഗിച്ചതും സെയിം കാര്യം. വളരെ വൾഗറായ ആംഗിൾ എടുത്ത തന്നെ വീഡിയോകൾ റീഷെയർ ചെയ്യുന്നത് മാത്രമാണ് എന്ത് മാതൃകയാണ് നൽകുന്നത്? എഗെയിൻ രാഹുൽ ഈശ്വർ ഇൻ്റർവ്യൂവിലും പല ചാനലിലും പറഞ്ഞ ആ പോയിന്റ് ഇവിടുന്ന് എടുത്തിട്ട് പോയ പോയിൻ്റാണ്. സ്ത്രീകളെ അങ്ങേയറ്റം സെക്ഷുവലൈസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി, അതിനെതിരെയുള്ള പോരാട്ടങ്ങൾ ഇത് തീർച്ചയായും ബാധിക്കും. മിസ് ഹണി റോസിനെ കുറിച്ച് പരസ്യമായോ രഹസ്യമായോ ഇവർ എന്താണ് ഈ കാണിക്കുന്നത് എന്നെങ്കിലും പരാമർശിക്കാത്ത ഈ കൊച്ചു കേരളത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം അത് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത് ഇവിടെ നിന്നാണ്. ഫറാ ഷിബ്ലയുടെ പോസ്റ്റിൽ നിന്നാണ് ഇയാൾക്ക് ഇതൊക്കെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സ്വന്തമായിട്ട് ഞാൻ പറഞ്ഞു, രാഹുൽ ഈശ്വറിന് സ്വന്തമായിട്ട് ഒന്നും ഇല്ലാവുന്നു. രാഹുൽ ഈശ്വറിന് ഇതേമാതിരി അവിടുന്ന് ഈ പറഞ്ഞ അടിച്ചു മാറ്റി കൊണ്ടുവന്ന സാധനങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഒരു കോൾ. കാരണം ഫ്രം ദ വെരി ഫസ്റ്റ് മൊമെൻറ്റ് ഈ വിഷയത്തിൽ ഇടപെട്ടപ്പം മുതൽ ഫറാ ഷിബ്ല എന്നാണ് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസിന് ആദ്യം മുതൽ കണ്ടവർക്ക് അറിയാം, എല്ലാ ചാനൽ ചർച്ചയിലും ഇൻ്റർവ്യൂവിലും എല്ലായിടത്തും ഫറാ ഷിബ്ലയാണ്. ഫറാ ഷിബ്ല കണ്ട് എഴുതിയിട്ടത് ഇയാൾ എൻഡോസ് ചെയ്തു, അത്രയേ ഉള്ളൂ സംഗതി. ഒരു സ്ത്രീ നടത്തുന്ന യുദ്ധം ഞാൻ കാണുന്നു. ഒരു പക്ഷേ അവർ കോൺഷ്യസ് ആയി ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാതിരിക്കില്ല, ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുമാവില്ല. സർവൈവലാണ് അവർക്ക് ഉദ്ഘാടന പരിപാടികൾ എന്നും മനസ്സിലാക്കുന്നു. പക്ഷേ ഇമ്പാക്റ്റ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ഇൻറ്റൻഷൻ, റൈറ്റ്? ഓക്കെ, ഇതും രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യമാണ്. നത്തിങ് ദാറ്റ് ഈസ് മോറലി റോങ് ക്യാൻ ബി പൊളിറ്റിക്കലി റൈറ്റ് എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞ കോട്ടും കൂടി, വില്യം ഇ ഗ്ലാഡ്സ്റ്റോൺ പറഞ്ഞൊരു കോട്ടും കൂടി ഇവിടെ എന്ത് ചെയ്യുന്നു, എഴുതി അങ്ങോട്ട് ഇട്ടിട്ട് സാധനം വെച്ചിട്ട് പോയി. ഇതാണ് ഫറാ ഷിബ്ലേൻ്റെ പോസ്റ്റ്. ഇതേ ഫറാ ഷിബ്ലേൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ വേറൊരു പോസ്റ്റ് നിങ്ങൾക്ക് കാണാം. ഇവർ നടത്തിയൊരു ബിക്കിനി ഷൂട്ടാണ്. അതിനടിയിലുള്ള ഇവരുടെ ഹെഡിങ്, മൈ ബോഡി ഈസ് നോട്ട് യുവേഴ്സ് ടു ക്രിട്ടിക് ആൻഡ് ഡിസ്കസ്. മൈ ബോഡി ഈസ് നോട്ട് യുവേഴ്സ് ഫോർ conception. My body is my vessel, an archive of experiences, a weapon that has fought battles. Only I understand, a library of love, pain, struggle, victory and mystery. Your eyes can't define all it has endured. Do not place value upon my body, place it upon my being. സോഫിയ ലൂയിസിൻ്റെ ഒരു കോട്ട് ഇയാൾ എഴുതിയിട്ടിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, ഫറാ ഷിബ്ല എന്താ പറയുന്നത്? എൻ്റെ ബോഡി, എൻ്റെ പെയിനാ, എൻ്റെ സ്ട്രഗിളാ, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്നാണ് ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്, അല്ലേ? ദ സെയിം തിങ് ആപ്ലിക്കബിൾ ടു ഹണി റോസ്. നിങ്ങൾക്കിത്
എങ്ങനെ ലൈക്ക് എഴുതിയിട്ട ഒരു കാര്യം അത് നിങ്ങൾ സ്വയം അറിഞ്ഞും അത് പഠിച്ചും എഴുതിയിട്ടതാണോ കോപ്പി പേസ്റ്റ് ആണോ എന്നുള്ളതൊക്കെ നിങ്ങളൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. ബട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ നേരത്തെ ഹണി റോസിനെതിരെ ഇട്ട ആ ഒരു പോസ്റ്റ്, ആ ഹണി റോസിൻ്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ടൊരു പോസ്റ്റ്, അതും ഇതും തമ്മിലൊന്ന് ഇക്വേറ്റ് ചെയ്ത് നിങ്ങൾ നോക്ക്. നിങ്ങൾ ആ ചോദിച്ചതിനുള്ള ഉത്തരം ഇവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനു പോകുന്നു ആ വഴിക്ക് എന്നുള്ള ചോദ്യമാണ്. അവരുടെ ഇഷ്ടമാണ്. അവർ റോങ് ആയിട്ട് സൊസൈറ്റിക്ക് ഒന്നും ചെയ്യുന്നില്ല. അവരവരുടെ ഇഷ്ടത്തിന് ഡ്രസ്സ് ഇട്ട് പോകുന്നു. അതിലെന്താ വിഷയം? ഇനി ഫറാ ഷിബിലയുടെ കാര്യം ഞാൻ പറയാം. ഫറാ ഷിബിലയുടെ കുറച്ച് ഇൻ്റർവ്യൂസ് ഉണ്ട്. 3 കൊല്ലം മുമ്പ് വന്ന ഫറാ ഷിബിലേൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ വസ്ത്രധാരണത്തെ എന്തിനാണ് അന്തസ്സുമായി കണക്റ്റ് ചെയ്യുന്നത്? ഏത് നേരത്തെ ഹണി റോസിൻ്റെ കാര്യം എഴുതിയിട്ട ഫറാ ഷിബില. ഓക്കെ, ആ ഫറാ ഷിബിലയുടെ 3 കൊല്ലത്തെ ഇൻ്റർവ്യൂവിൽ അവർ ചോദിച്ച ചോദ്യമാണ്, എന്തിനാണ് അന്തസ്സുമായിട്ട് വസ്ത്രധാരണം കണക്റ്റ് ചെയ്യുന്നേ എന്ന്. ഓക്കെ, ഈ സ്റ്റാൻഡുകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സൂപ്പർ സ്റ്റാൻഡ്, മൾട്ടി സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ് ആൻഡ് ഓൾ ദ അതർ സ്റ്റാൻഡ്സ്. ഇനി ഇവരുടെ തന്നെ വേറൊരു ഇൻ്റർവ്യൂ 1 year ago, ബോഡി മാർക്കറ്റ് ചെയ്തിട്ടില്ല, ട്രെൻഡ് ഉണ്ടാക്കേണ്ടത്, ബോഡി മാർക്കറ്റ് ചെയ്തല്ല ട്രെൻഡ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അതായത് ഇപ്പം നടക്കുന്ന ഈ എന്താ പറയുക സോ കോൾഡ് മറ്റേ ഇവരൊക്കെ വിമർശിക്കുന്ന കുറേ മുതലാളിമാർ വിളിക്കുന്നു, ഇവർ പോകുന്നു, ഇനാഗ്രേറ്റ് ചെയ്യുന്നു. ഹണി റോസിനെയും ബാക്കിയുള്ളവർ ആണ്, ലിച്ചീനെയൊക്കെയാണ് ഇവർ ഈ പറയുന്നത്. അപ്പോൾ ഫറാ ഷിബില ഏകദേശം 1 വർഷം മുമ്പ് ഈ പറഞ്ഞ ഹണി റോസിൻ്റെ ഈ ഒരു ഇനാഗ്രേഷന് പോകുന്ന ഡ്രസ്സിങ്ങിനെയും സാധനത്തിനെയൊക്കെ ഒന്ന് ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ 3 വർഷം മുമ്പ് ഇവർക്ക് മൈ ബോഡി മൈ പ്രൈഡ് എന്നുള്ള സംഗതിയായിരുന്നു. ഓക്കെ, കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പുറം അവർക്ക് എന്തായി? എന്തിനിങ്ങനത്തെ ഡ്രസ്സ് ചെയ്യണം, എന്തിനാണ് ട്രെൻഡ് സെറ്റ് ചെയ്യണം, എന്താണ് ഇവർ കാണിക്കുന്നത്? ഈ തോട്ടിലേക്കാണ് ഇവർ പോകുന്നത്. ഇതാണ് ഫറാ ഷിബിലയുടെ പോസ്റ്റും ഇവരുടെ ഈ ഒരു സ്റ്റാൻഡൊക്കെ തമ്മിലുള്ളൊരു മിസ്മാച്ച് എനിക്ക് തോന്നുന്നത്. ഞാൻ 3 വർഷം മുമ്പ് ഇവർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, വസ്ത്രധാരണം അന്തസ്സും എന്തിന് കണക്ട് ചെയ്യണം എന്നുള്ളത്. അതിലെ കുറച്ച് കാര്യങ്ങൾ. അതിൽ ഫസ്റ്റ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നത്, ഇവർ ഈ ബിക്കിനി ഷൂട്ട് നടത്തിയ സമയത്ത് ആ ഒരു എഴുതിയിട്ട കാര്യങ്ങളിലേക്ക് എങ്ങനെ പോയി, ആ വേർഡ് എങ്ങനെ അവർ കണക്ട് ചെയ്തു ആ ഷൂട്ടിലേക്ക് എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരവാണ്. ഓരോരുത്തരുടെ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് കടന്നു പോകുന്ന എല്ലാ വേദനകൾ കൂടെയും കടന്നു പോകുന്ന ഒന്നാണ്. നമ്മുടെ ശരീരം മാറി നിൽക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ നമ്മുടെ ശരീരത്തിനെ പാകപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ശരിക്കും നമ്മളെ മനസ്സിനെ കൂടിയാണ് എല്ലാ സമയത്തും പാകപ്പെടുത്തുന്നത്. നമുക്ക് ഒരു വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഒരു വെയിറ്റ് ഗെയിനിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അത് മോർ ഓഫ് ഒരു വിൽ പവർ ആണ് ദാൻ having a perfect trainer or having a perfect dietitian. It's more about willpower. അപ്പോൾ നമ്മുടെ മനസ്സും ശരീരവും സെയിം ആണ്. ഞാൻ എന്തൊക്കെ വേദനകളിൽ കൂടെ ഓരോ ദിവസവും കടന്നു പോകുന്നുണ്ട്, എൻ്റെ മനസ്സ് കടന്നു പോകുന്നുണ്ട്, അതേപോലെ എൻ്റെ ശരീരവും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരാളുടെ ഫോട്ടോ കാണുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ഫിസിക്കലിയാണ്, ഒരു ഫിസിക്കാണ് നമ്മൾ കമൻറ്റ് ചെയ്യുക. അയ്യോ ഇന്ന ആൾ, ഒരു എസ്പെഷ്യലി ആക്ടറോ ആക്ട്രസോ ആണ്, അയ്യോ തടിച്ചല്ലോ, അയ്യോ മെലിഞ്ഞല്ലോ, അയ്യോ കണ്ണ് കുഴിഞ്ഞല്ലോ. അപ്പോൾ അവരെന്തിലൊക്കെ കൂടെയാണ് കടന്നു പോകുന്നത്, എന്താണ് അവരുടെ ജീവിതത്തിൽ നമുക്കൊന്നും അറിയില്ല. അവർ പോർട്രേ ചെയ്യുന്ന അവരുടെ പേജസോ അല്ലെങ്കിൽ അവർ ചെയ്ത കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആർട്ടൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും അവരെ ഫിസിക്കലി ജഡ്ജ് ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഭയങ്കര ആപ്റ്റാണ് ഈ ഒരു ക്യാപ്ഷൻ എന്ന് തോന്നി. വളരെ ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞു ആ ക്യാപ്ഷൻ്റെ പിന്നിൽ അവരുടെ ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളത്. ദ സെയിം തിങ് അല്ലേ? ഹണി റോസ് അവർ ഉദ്ഘാടനത്തിന് വരുന്നു, ഡ്രസ്സ് ഇടുന്നു, അവർ ഉദ്ഘാടനം കഴിയുന്നു, പോകുന്നു. അവർ പോകുന്നൊരു പെയിനോ അവരുടെ ലൈഫോ അവരുടെ സ്ട്രഗിളോ അവരുടെ സക്സസ്സോ അവരുടെ എന്തെങ്കിലും സാധനങ്ങൾ ഇക്വേറ്റ് ചെയ്യാൻ ആരാണ് ഫറാ ഷിബില, ആരാണ് ഞാൻ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ? ആരാണ് നമ്മൾ? നിങ്ങൾ ഈ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരുമല്ല, ഞാൻ ആരുമല്ല, അവരാരുമല്ല. അവരുടെ പെയിൻ, അവരുടെ ബോഡി, അവരുടെ താല്പര്യം, അവരുടെ ഫ്രീഡം, അവർ ഈ രാജ്യത്തെ നിയമങ്ങൾക്ക് റോങ് ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. 3 വർഷങ്ങൾക്ക് മുമ്പ് ഫറാ ഷിബില എന്ന് പറഞ്ഞ വ്യക്തിയുടെ വാക്കുകളാണിത്. ഈ അന്തസ്സും ഡ്രസ്സും. അപ്പോൾ എനിക്ക് പേഴ്സണലി കുറേ DMസും കുറേ മെസ്സേജസും, എനിക്ക് അറിയാവുന്ന ആൾക്കാരിൽ നിന്ന് കുറേ മെസ്സേജസും ഒക്കെ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടി ഷീസ് എ സിംഗർ. അപ്പം പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇതേപോലെ കുറച്ച് എനിക്കൊന്ന് IVF ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ കാരണം എപ്പോഴും ഇങ്ങനെ തടിയൊക്കെ ഇങ്ങനെ മാറിയൊക്കെ ഇരിക്കും, ഇടയ്ക്ക് വല്ലാണ്ട് തടി, പക്ഷെ റെഡ്യൂസ് ചെയ്യാൻ വേണം അവർക്ക്. അപ്പോൾ വല്ലാത്തൊരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ട് കൂടെ കടന്നു പോകാം. നമ്മളൊരു മരുന്നെടുക്കുന്നത്, നമ്മൾ തടിക്കാനുള്ള ഒരു മരുന്നെടുക്കുന്നു, അതേസമയത്ത് നമ്മൾ വെയിറ്റ് കുറയ്ക്കുകയും വേണം. അതൊരു വല്ലാത്ത അവസ്ഥയാണ്.
അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എൻ്റെ നാട്ടിലൊരു ജീൻസും ടോപ്പും ഇടുമ്പോൾ പോലും എന്നോട് പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ തട്ടം ഷോള് മേലെ കൂടെ ഇടാൻ പറയും. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ഡ്രസ്സും ആർക്ക് വേണമെങ്കിലും ഇടാലോ അല്ലേ എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, എന്ത് ഡ്രസ്സും ആർക്ക് വേണമെങ്കിലും ഇടാം. അതുപോലെ നമ്മൾ ആ തരത്തിൽ നമ്മൾ എങ്ങനെ വേഷം ധരിക്കണം, നമ്മൾ തട്ടിടണോ തട്ടിടണ്ടേ, നമ്മൾ സാരി ഉടുക്കണോ, നമ്മൾ സൽവാർ ഇടണോ, നമ്മൾ ഷോർട്സ് ഇടണോ, ഇതൊക്കെ കൺസേൺ കൊണ്ടാണെങ്കിൽ പോലും ആരെങ്കിലും ഏറ്റവും അടുത്ത ആളാണെങ്കിൽ പോലും, നിങ്ങളുടെ ഹസ്ബൻഡാണോ, നിങ്ങളുടെ അച്ഛനാണോ, നിങ്ങളുടെ അമ്മയാണെങ്കിൽ പോലും അതിനെ അന്തസ്സൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയും. എനിക്കത് മനസ്സിലാവാത്തൊരു കാര്യമാണ്. നമ്മൾ ഇടുന്ന ഒരു വേഷം എങ്ങനെയാണ് നമ്മളെ അന്തസ് എന്നുള്ള വേർഡുമായിട്ട് കാണുക. അതെപ്പോഴും അന്തസ്സോട്ട് ചേർത്ത് വായിക്കാൻ ഇല്ലേ? ഞാൻ കേട്ടിട്ടുണ്ടോ സാരി ഉടുക്കുമ്പോഴാണ് ഒരു അന്തസ്. അപ്പൊ ഞാൻ പറഞ്ഞ ഏറ്റവും മോശമായ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്ന ഒരു സാധനമാണ് സാരി. നമുക്ക് ഏറ്റവും അതായത് ഈ പറയുന്ന അന്തസ്സുമായി തീരെ ചേരാത്ത രീതിയിൽ വളരെ സെൻഷ്വലായിട്ട്, വളരെ സെൻഷ്യസ് ആയിട്ട്, വളരെ സെക്സി ആയിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു സാധനമാണ് ഈ സാരി എന്ന് പറയുന്നത്. അപ്പം പിന്നെ അതിലൊന്നും ഒരു കാര്യമില്ല. നമുക്ക് എന്ത് വേഷം ഇടുന്നു എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണെന്ന് തോന്നുന്നു എനിക്ക് അന്തസ്സുമായിട്ട് നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ടത്. അപ്പം ഞാൻ ആ കുട്ടിയുടെ അടുത്തും പറഞ്ഞ കാര്യം ഇതാണ്, എത്ര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ എന്തിടണം, നമ്മൾ എങ്ങനെ എന്തിട്ട് നടക്കണം എന്നൊക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും തിരിച്ച് പറയണം. നമ്മൾ പലപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവും, പക്ഷെ നമ്മൾ പറയില്ല. ഓൺ ഫേസ് നമ്മൾ അയ്യോ അത് ഞാൻ നോക്കിക്കോളാം എന്നെങ്കിലും മിനിമം എത്ര അടുത്ത ആൾക്കാരാണെങ്കിലും നമ്മൾ പറയണം. ഇല്ലെങ്കിൽ ഇന്ന് പറയുന്ന ഡിമാൻഡ് നാളെ കൂടും. ഇന്ന് ഷോൾ ഇടാനാണ് പറയുന്നതെങ്കിൽ നാളെ അതിലും വലിയ കാര്യങ്ങളായിരിക്കും അവർ പറയുക. അപ്പോൾ അത് നമ്മൾ കേൾക്കേണ്ടി വരും. ഫറാ ഷിബില ഹണി റോസിൻ്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പോസ്റ്റ് ഇട്ടത് സെയിം ഫറാ ഷിബില അന്തസ്സിനായിട്ട് ഡ്രസ്സ് എങ്ങനെ കണക്ട് ചെയ്യുന്നു എനിക്ക് അറിയില്ല. നമ്മളെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അച്ഛൻ, അമ്മ, ബാക്കിയുള്ളവർ എന്തിനു നമ്മൾ ഡ്രസ്സിനെ കുറിച്ച് പറയുന്നു? വൈ? അതിന് പറയാൻ അവർക്ക് എന്താ അർഹതയുണ്ട് എന്ന് ചോദിച്ചത് സെയിം ഫറാ ഷിബില ഇപ്പം വന്നിരുന്നിട്ട് ഹണി റോസിൻ്റെ ഡ്രസ്സിങ്ങും അത് ട്രെൻഡാക്കിയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ മെയിൽ ഗേസിനെ അവർ എന്താ പറയുക സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ ബോഡി കൊണ്ടുപോയിട്ട് അവർ അവിടെ കാണിച്ചു എന്നും ഒക്കെ പറയുന്നു. ഞാൻ തലടിച്ചു പോയത്. ഇതിൻ്റെ എന്താ പറയുക, ദിസ് ഈസ് റാങ് എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല ഫറാ ഷിബിലയുടെ കേസിൽ. കാരണം ഇത് ആളുകൾ ശരിക്കും അറിയണം. ബിക്കോസ് ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർ ഇവരെടുത്ത് കൊണ്ടുവന്ന് ഫറാ ഷിബില എഴുതിയതും ഫറാ ഷിബില പറഞ്ഞതുമാണ് ഇരുന്ന് എന്ത് ചെയ്യുന്നത് എൻഡോസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദ സെയിം ഫറാ ഷിബില ഹാവ് എ ലൈക്ക് വേറൊരു കൈൻഡ് ഓഫ് ഒപ്പീനിയൻ അല്ലെങ്കിൽ വേറൊരു കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് ഉള്ളൊരു വ്യക്തിയായിരുന്നു അന്ന്, ഇന്നല്ല. മനസ്സിലായോ? അപ്പോൾ ഇതും കൂടി ഒന്ന് രാഹുൽ ഈശ്വറൊക്കെ നോക്കണം. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള വളരെ നമ്മുടേത് മാത്രമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് എന്തിടണം, എങ്ങനെ നടക്കണം, എന്ത് ഫോട്ടോ നമ്മൾ നമ്മുടെ എന്താ പറയുക ഇതിൽ പോസ്റ്റ് ചെയ്യണം, ഇതെല്ലാം വളരെ നമ്മുടേത് മാത്രമായിട്ടുള്ള കാര്യമാണ്, ഡിസിഷൻ. നമ്മുടേത് മാത്രമുള്ള ഡിസിഷനാണ്. നമ്മുടെ ബോഡി, നമ്മളെ ഡ്രസ്സ്, നമ്മൾ എന്തിടണം. ദ സെയിം ഫറാ ഷിബില ഈ പറഞ്ഞ ഹണി റോസ് ഉദ്ഘാടനത്തിന് പോയി ഡ്രസ്സ് ചെയ്ത് വന്ന് അതിൻ്റെ റീപോസ്റ്റ് ചെയ്യുന്നു. മെയിൽ ഗേസിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ആംഗിൾസിൽ വരുന്ന ഫോട്ടോ വീഡിയോസ് എടുത്തവർ റീപോസ്റ്റ് ചെയ്യുന്നു. സൂപ്പർ സ്റ്റാൻഡ്, മൾട്ടി യൂണിവേഴ്സ് സ്റ്റാൻഡ്, ഔട്ട് ഓഫ് ദിസ് ഗാലക്സി ആൻഡ് ദിസ് എൻറ്റയർ യൂണിവേഴ്സ് ആൻഡ് ദ മിൽക്കി വേ ഓഫ് ദിസ് എൻറ്റയർ തിങ്. വേറൊന്നും പറയാനില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നിട്ടാ. ഇനി ഇതേ ഫറാ ഷിബില ഒരു കൊല്ലം ഇപ്പുറം വന്ന് പറയുന്നത് കേട്ടോട്ടാ നിങ്ങൾ. ഓഫ് കോഴ്സ് ഇപ്പം ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്പേസിലാണ് സിനിമ നിൽക്കുന്നത്. പിന്നെ എനിക്ക് ഇനിയിപ്പം സിനിമയിലേക്ക് ഇപ്പം വരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ നമ്മൾ ക്രാഫ്റ്റിലാണ് വർക്ക് ചെയ്യേണ്ടത്. ആൾക്കാർക്ക് ഒരു ഫീലിംഗ് ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു പെൺകുട്ടികളുടെ മൈൻഡ് സെറ്റാണ് കുറച്ചും കൂടെ മാറേണ്ടത്. അതായത് ഞാൻ എൻ്റെ ബോഡിയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത്. ഇപ്പം അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇപ്പം നമുക്ക് കാണാമല്ലോ ഇപ്പൊ ഒരു എന്താ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇനോഗ്രേഷൻ, ഒരു ട്രെൻഡും നമ്മൾ എന്താ പറയുക നല്ല സിനിമകൾ ചെയ്തിട്ട് അറിയാവുന്ന ആക്ടേഴ്സാണ് മുമ്പൊക്കെ അങ്ങനത്തെ ഒരു ഫേസ് ആയിരുന്നത്. അതായത് ഒരു വലിയ ജ്വല്ലറി ഇനോഗ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വലിയ ഒരു സ്ഥാപനം ഇനോഗ്രേറ്റ് ചെയ്യാനോ ഒക്കെ മുമ്പ് നമ്മൾ അങ്ങനെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പം അത് ആരെങ്കിലും അവരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതല്ല, അത് അവരുടെ മൈൻഡ് സെറ്റിൽ അവർക്ക് തോന്നുകയാണ്
നമുക്കിങ്ങനെ മാർക്കറ്റ് ചെയ്തേക്കാം. നമ്മൾ ബോഡീനെ പ്രൊജക്റ്റ് ചെയ്യാതിരിക്കുക, അതായത് സ്ത്രീകളുടെ ബോഡി പ്രൊജക്റ്റ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇൻഡസ്ട്രി ആണല്ലോ ഇത്. ഇപ്പോഴും അത് വേണ്ടാന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പം സെൻഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ബ്യൂട്ടി തന്നെ ചെയ്യണം. ഞാൻ സിൽക്കൊക്കെ അമേസിങ് ആയിരുന്നു, വിദ്യാബാലനൊക്കെ അമേസിങ് ആണ് ഇപ്പോഴും. പക്ഷേ നമ്മൾ ബോഡീനെ മാർക്കറ്റ് ചെയ്ത് അതിന് വേറെ ഒരു സ്പേസ് ഉണ്ടാക്കി, അതിന് വേറെ ഒരു ട്രെൻഡ് കൊണ്ടുവന്ന്, ട്രെൻഡിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് കാണുമ്പം വേറെ ആൾക്കാർക്കും അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതൊരു മോശമായിട്ടുള്ള ഒരു ടെൻഡൻസി. അപ്പോഴാണ് നമ്മളെ റെസ്പെക്ട് പോകുന്നത്. പിന്നെ അപ്പം നമുക്ക് ഇവർക്ക് ഇങ്ങനെ ചെയ്യാമെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൂടെ എന്ന് തോന്നും. ലൈക്ക് അവരത് മാർക്കറ്റ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ എന്തിനു ബോഡി ഷെയിം ചെയ്യാതിരിക്കണം എന്ന് നമുക്ക് തോന്നാം. സിൽക്ക് അമേസിംഗ് ആണ്, വിദ്യാബാലൻ അമേസിംഗ് ആണ്. ബോഡിയെ മാർക്കറ്റ് ചെയ്യുന്ന ബാക്കി ഇവിടുത്തെ ഹണി റോസ് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ പോലുള്ള ആക്ട്രസ്മാരാണ് വിഷയം. അവരുടെ ബോഡിയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഒരു ജിമ്മിൽ പോകുന്ന ഒരാൾ അയാളെ ബോഡിയല്ലേ മാർക്കറ്റ് ചെയ്യുന്നത്. സിനിമയിൽ പല ക്യാരക്ടറും ചെയ്യാൻ വേണ്ടി ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത് നിങ്ങൾ ആ ക്യാരക്ടറിലേക്ക് വന്നിട്ട് ആ ക്യാരക്ടറിലെ ആ ബോഡി ലാംഗ്വേജും കാരണം ഈ എൻഡ് ഓഫ് ദ ഡേ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് നോക്കുമ്പോൾ എല്ലാവരും അവരുടെ ബോഡി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ രാജ്യത്തെ നിയമത്തിനെ വെല്ലുവിളിച്ചിട്ടാവരുത്, ആവില്ല എന്നുള്ളതാണ് വ്യത്യാസം. മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇവിടെ ഒരു ട്രെൻഡ്, നിങ്ങൾക്ക് ട്രെൻഡ് ക്രിയേറ്റ് ആയതാണോ നിങ്ങളുടെ പ്രശ്നം? ആ ട്രെൻഡ് വന്നതിലൂടെ ഇപ്പോൾ ഈ പറഞ്ഞ ബോച്ചേനെ പോലെയുള്ള ആളുകൾ അത് മിസ്യൂസ് ചെയ്യുന്നതല്ലേ തെറ്റ്? ഇവർ മാന്യമായിട്ടല്ലേ ഡ്രസ്സ് ചെയ്ത് പോകുന്നത്. ഇനി അത് ക്യാമറ വെച്ച് ഒപ്പിയെടുത്ത് പല ആംഗിളിൽ നിന്ന് എടുക്കുന്ന മീഡിയാസിനെ നിങ്ങൾ പറ, അത് ഫൈൻ. അങ്ങനെ ഒരു ആംഗിളിൽ ഒരു ഫോട്ടോ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനടിയിൽ വന്നിട്ട് ഞരമ്പടിക്കുന്ന ആളുകളെ നിങ്ങൾ പറ, ദാറ്റ്സ് ഫൈൻ. ഇവരെ ഈ നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, എന്ത് മെറിറ്റ്, എന്ത് കോല് വെച്ച് നിങ്ങൾ അളന്നിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരുന്നത് വേറെ, ലൈക്ക് ഞാൻ പറയുന്നില്ല, നേരത്തെ നിങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ ഇതെങ്ങനെ സിങ്ക് ആവുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻഡോസ് ചെയ്യാൻ രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ വെള്ളം തൊടാതെ വിഴുങ്ങി ഈ എഴുതിയിട്ടത് ഫുള്ള് പഠിച്ചു വെച്ചിട്ട് ഫറാഷിബിലെ പോസ്റ്റ് അങ്ങനെ കൊണ്ടുവന്ന് എല്ലായിടത്തും തട്ടും. അതേപോലെ ഓക്കെ അല്ലാത്ത പല കാര്യങ്ങളിലേക്ക്, അതായത് ഇവരത് മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഇൻഡസ്ട്രീനെ നമ്മൾ എപ്പോഴും ചേർത്ത് പറയുന്ന വേറെ കുറേ ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കില്ലേ ഇവരൊന്ന് തെറ്റിദ്ധരിക്കാം. അല്ലെങ്കിൽ ഇനി വരുന്ന പെൺകുട്ടികൾക്കും ഞാൻ എൻ്റെ ബോഡിയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് എന്താ പറയുക, ചൂഷണം എന്നുള്ളത് വളരെ ഭയങ്കര നോർമലായിട്ടുള്ള കാര്യമാണ്. ഇഫ് ഐ ഹാവ് ടു ഗെറ്റ് ദീസ് ക്യാരക്ടേഴ്സ് മേ ബി ഐ ഹാവ് ടു ഡു ദിസ് എന്നൊരു തോട്ട് പ്രോസസ്സ് വരും. ഓക്കെ, നമുക്കിങ്ങനെ ബോഡി മാർക്കറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കിയേക്കാം, നമുക്ക് അങ്ങനെ ഒരു ഇൻഡസ്ട്രി ക്രിയേറ്റ് ചെയ്തേക്കാം, നമുക്ക് അങ്ങനെ ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തേക്കാം എന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നാറുണ്ട് ആണുങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾ മാറുന്നതിനെക്കാട്ടിലും പെണ്ണുങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളാണ് മാറേണ്ടത് എന്ന്. ബോഡിയെ കുറിച്ചുള്ള യെസ്, നമ്മൾ ബ്യൂട്ടി ഓഫ് കോഴ്സ് നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നതാണ്. പക്ഷെ അതിനെ പ്രൊജക്റ്റ് ചെയ്യുമ്പം അത് മാത്രമാണ് ഞാൻ എന്ന് പറഞ്ഞ് പ്രൊജക്റ്റ് ചെയ്യുമ്പം അത് വളരെ മോശമായിട്ടുള്ളൊരു ട്രെൻഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് സ്വന്തമായി ഞാൻ എൻ്റെ ബോഡി മാർക്കറ്റ് ചെയ്തേക്കാം, ഞാൻ ഇതിനെ പ്രൊജക്റ്റ് ചെയ്തേക്കാം, ഞാൻ ഇങ്ങനെ കുറച്ച് കാശ് ഉണ്ടാക്കിയേക്കാം എന്നൊക്കെ വിചാരിക്കുന്നത്, അവർ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഐ എം നോട്ട് എന്താ വേറൊരാളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ, ഇത് എൻ്റെ ഒരു ജേണിയാണെന്നൊക്കെ. പക്ഷേ ഇറ്റ് ഈസ് എ ട്രെൻഡ്. നൗ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് വെരി വിസിബിൾ ദാറ്റ് ഇറ്റ് ഈസ് എ ട്രെൻഡ്. അതുപോലെ വേറെ ആൾക്കാർ വരുന്നുണ്ട്, അതേ രീതിയിലാണ് ആൾക്കാർ വരുന്നത്. പണ്ടൊക്കെ നമ്മൾ വളരെ റിനോൺഡ് ആയിട്ടുള്ള ഒരു ആക്ടറിനെ ഒരു ഇനോഗ്രേഷന് വിളിക്കുമ്പോഴാണ് ആള് കൂടുന്നത്. ഇന്ന് നമുക്കറിയാം അങ്ങനെയല്ല. അപ്പൊ അതൊരു മോശം ട്രെൻഡാണ്. വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് ലൈക്ക് ജസ്റ്റ് ഡോണ്ട് തിങ്ക് ദാറ്റ് യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് റോങ്, യു ആർ ഡൂയിങ് റോങ്. അതുകൊണ്ട് എന്താ പറയുക, ബാക്കിയുള്ളവരുടെ ഹെയ്റ്റ് എടുക്കണം എന്നല്ല, ഒരിക്കലും വിചാരിക്കുന്നത് തെറ്റല്ലെന്ന് വിചാരിക്കരുത്. ബോഡി ഷെയ്മിങ് റോങ് ആണെങ്കിൽ ദിസ് ഇസ് ഈക്വലി റോങ് എന്നുള്ളതാണ്. അപ്പം അത് എനിക്ക് തോന്നുന്നു പെൺകുട്ടികളിലാണ് ചിന്താഗതിയിൽ കൂടുതൽ മാറ്റങ്ങൾ വരേണ്ടതെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. ഫറാഷിബിൽ ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലത്തെ ഒരു എന്താ പറയുക വലിയ ബോംബ് ഇപ്പം നനഞ്ഞ വടക്കാണ്. ഈ സാധനം വന്ന സമയത്ത് ഞാൻ എവിടെയാണെന്നൊന്നും ചോദിക്കുന്നില്ല, നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇടാതിരിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കാണും. ബട്ട് ഞാൻ ഇത്ര എക്സ്പ്ലോഡ് ചെയ്തിട്ടുള്ളൊരു സാധനം ഞാൻ കണ്ടില്ല. ഇതൊരു എക്സ്പ്ലോഡ് ചെയ്തിട്ടുള്ളൊരു പോസ്റ്റാണ് നിങ്ങൾ ഹണി റോസിൻ്റെ ഇട്ട്. സ്വന്തം ഇൻഡസ്ട്രിക്കകത്ത് വേറെ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആളുകളുടെ അടുത്ത് ഈ രീതിയിൽ എത്തിക്കേണ്ടത് ഇവിടെ ഈ പറഞ്ഞ
ഇനാഗുറേഷൻസ് റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന ഈ ഒരു ട്രെൻഡിനെ കുറിച്ച് മാത്രമാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഫറാഷിബില, ഹൂ ആർ യു, നിങ്ങൾ ആരാണ് സീരിയസ്ലി? എന്താണെങ്കിലും ഇത് ആളുകളിലേക്ക് എത്തിക്കണമെന്നുണ്ടായിരുന്നു. കാരണം കുറേ ആളുകൾ ഭയങ്കരമായിട്ട് മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. കുറേ ഇതിങ്ങനെ കണ്ട് ഈ രാഹുൽ ഈശ്വറിൻ്റെ ഒക്കെ വർത്താനം കണ്ടിട്ടേ കണ്ടോ, ഈ രാഹുൽ ഈശ്വറൊക്കെ എടുത്തു കൊണ്ടുവരുന്നത് ഫറാഷിബില എഴുതിയിട്ട കാര്യങ്ങളാണ്. എന്നിട്ട് ഫറാഷിബില തന്നെ ഇതാണ് സീൻ. അപ്പം ഇത് ഇപ്പം അത്, അന്ന് ബേ ഇന്ന് റേ, മനസ്സിലായ? ഇനി ആളുകൾ നിങ്ങളെന്താ വെച്ചെങ്കിൽ പറഞ്ഞു, അവരുടെ എൻ്റെ താല്പര്യം ഞാൻ പറയും, രാഹുൽ ഈശ്വറിൻ്റെ അയാൾ പറയും, ഫറാഷിബില അയാളത് പറയും, നാട്ടുകാരത് പറഞ്ഞു, നോ ഇഷ്യൂസ്. പക്ഷെ എല്ലാത്തിനും ഒരു ലൈൻ ഓഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യേണ്ടത്. ഹണി റോസ് വന്നിട്ട് അവരുടെ ഫാമിലിക്കും അവർക്കും വളരെ മോശപ്പെട്ടൊരവസ്ഥയിലാണ് പോകുന്നത്, ആത്മഹത്യയുടെ വക്കീലാന്നൊക്കെ പറഞ്ഞിട്ടും രാഹുൽ ഈശ്വർ സ്റ്റോപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കേസും കാര്യങ്ങളായിട്ട് അവർ മുന്നോട്ട് പോകും. അത് ഫേസ് ചെയ്യുക, അല്ല വേറെ വഴിയൊന്നുമില്ല.